friends, welcome back to my channel and has little world. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി പറഞ്ഞത് എൻ്റെ ആലത്തൂരത്തെ മമ്മയാണ്. അപ്പോൾ ഈ റെസിപ്പീൻ്റെ പേരാണ് ഒരു ചെമ്മീൻ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പീൻ്റെ പേരാണ് ചെമ്മീൻ വട. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വടയാണ്. അപ്പോൾ നമുക്ക് വേഗം കിച്ചണിലേക്ക് പോവാം. ഓക്കെ, വേഗം പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്. ഞാൻ പറഞ്ഞുതരാം. ഒരു പിടി ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇത് ചെറിയ പച്ചമുളകാണ്, എന്നാലും നല്ല എരിവാണ്. അപ്പോൾ ഞാൻ 4 എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, ചെറിയ ജീരകം, വലിയ ജീരകം പൊടിച്ചതാണിത്. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്മീൻ, ഇതാണ് വേണ്ടത്. ഇതൊക്കെ നമുക്ക് അരച്ചെടുക്കണം. അമ്മിയിൽ അരച്ചെടുക്കണതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ അമ്മിയില്ല, അതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ചതച്ചിട്ടായിട്ട് എടുക്കേണ്ടത് ഞാൻ മാറി പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വേഗം ചതക്കാം. നമുക്ക് ആദ്യം ഇതെല്ലതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടേ നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, എന്നപ്പോൾ തന്നെ കറിവേപ്പില, ചെറിയ ജീരകം, വലിയ ജീരകത്തിൻ്റെ പൗഡർ, ഇതൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, ഇനി അപ്പം ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മിക്സ് ജാറിൽ തന്നെ ചെമ്മീൻ ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ടൈമിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ഇത് ബോളാക്കിയിട്ട് പരത്തിയെടുക്കണം. സൺഫ്ലവർ ഓയിലാണിത്. ഇതുപോലെ കയ്യിൽ എണ്ണ തേച്ചിട്ട് കുറച്ചെടുത്തിട്ട് ഒരു ചെറിയൊരു ബോളാക്കണം. എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. ഇതേപോലെ കിട്ടണം. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ കുറേ ചെയ്യണം. ചെറുതാക്കി ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി, വലിയ വലുപ്പം വേണ്ട. ഇതേപോലെ ചെറിയ ഇതാക്കിയിട്ടാണ് ആക്കേണ്ടത്. ഇങ്ങനെ ചെറുതാക്കിയാണ് പരത്തേണ്ടത്. അമ്മിയിലടിക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇവിടെ അമ്മി ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ വീട്ടിൽ അമ്മ ഉണ്ടെങ്കിൽ എന്തായാലും അമ്മിയിലാക്കണം. ഇത് ചോറ് കണ്ടിട്ട് കഴിക്കുക. ചോറിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ ഇത് മാത്രം മതി, വേറെ കറീൻ്റെ ഒരു ആവശ്യമില്ല. നല്ല ടേസ്റ്റാണിത്.
പച്ചമുളകിൻ്റെ എരിവും നല്ല ടേസ്റ്റ് ആവും. അപ്പം തന്നെ ഇപ്പം ഞാനോട് ഒരു ട്രിപ്പ് ഫിനിഷായി. ഇപ്പം നമ്മളിത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവിടെ 2 പ്ലേറ്റിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കട്ടില്ലാതെയാണ് പരത്തേണ്ടത്. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് സൺഫ്ലവർ, ഇനി നമുക്കിതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കണം. നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. അപ്പം ഞാൻ അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചെമ്മീൻ വട ഇങ്ങനെ പൊങ്ങി വരുന്നേ. മാഷാ അല്ലാഹ്, നമ്മളെ വടപ്പം നന്നായി ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളെ ചെമ്മീൻ വട റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. തൊടാൻ വയ്യ, നല്ല ചൂടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇങ്ങനത്തെ ഒരു നല്ലൊരു കോമ്പിനേഷൻ, ചോറിനൊപ്പം കോമ്പിനേഷൻ ആയിട്ടുള്ളതാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.